പൂക്കളെ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത് അല്ലേ? എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. നമ്മുടെ കണ്ണിന് കൗതുകവും അതേപോലെ തന്നെ ഒരു ക്യൂരിയോസിറ്റിയും ഒരു എന്താണ് പോസിറ്റീവ് ഫീലും ഒക്കെ നൽകുന്നതാണ് നല്ല ഭംഗിയുള്ള പൂക്കൾ അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പൂവാണ് നമ്മുടെ മന്ദാരത്തിൻ്റെ പൂവും. മഞ്ഞ മന്ദാരം എന്ന് പറയും. അതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ അത് ഓരോ പൂക്കൾക്കും ഓരോ ചെടികൾക്കും നമ്മളോട് ഓരോ ചരിത്രങ്ങളും ഓരോ കഥകളും പറയാനുണ്ടാവും അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ ഉള്ളിലേക്ക് ചികഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കഥകളും ഒരുപാട് കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും. അങ്ങനെ ഒരു ചെടിയാണ് നമ്മൾ മഞ്ഞ മന്ദാരം. നമ്മൾ വെറും ഒരു ചെടി അല്ലെങ്കിൽ വെറും ഒരു കണ്ണിന് കൗതുകം നൽകുന്ന ഒരു പൂ എന്നതിനുപരി ഒരുപാട് ഗുണങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഹിസ്റ്ററിക്കലായിട്ടുള്ള കഥകൾ പറയാനുണ്ട് ഈ ഒരു പൂക്കൾക്ക്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം മഞ്ഞ മന്ദാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുർവേദത്തിലും വളരെ പ്രാധാന്യമുണ്ട്. പുറം രാജ്യങ്ങളിലൊക്കെ നമുക്ക് ദസറ വിജയദശമി ദിവസങ്ങളിലൊക്കെ അവർ ഇതിൻ്റെ ഇലകൾക്കും പൂക്കൾക്കും ഒക്കെ ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ്. അങ്ങനെ ഒരുപാട് ഹിസ്റ്ററിക്കലായിട്ടുള്ള കഥകളുള്ള ഈ ഒരു ചെടിയുടെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്, അതിൻ്റെ കഥകൾ പറയുന്നുണ്ട്, അതിൻ്റെ ആയുർവേദ ഗുണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണേണ്ടവർക്ക് ആ ലിങ്ക് ഓപ്പൺ ചെയ്താൽ ഫുൾ വീഡിയോ കാണാൻ പറ്റും.